ഹലോ ഹായ് എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ ഉപ്പുമാവാണ്. എല്ലാവരും സേമിയ പായസം കഴിച്ചിട്ടുണ്ടാവുമല്ലോ. എന്നാൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ ഉപ്പുമാവാണ്. അതിനുവേണ്ടി നമ്മൾ 300 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അതിനായി നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പിലോട്ട് വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് സേമിയ അതിലേക്കിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ നമുക്ക് പാത്രം ചൂടാക്കിയെടുക്കാം. അതിലേക്ക് സേമിയ ഇടണം. ഇനി സേമിയ നമുക്ക് ഇതിലേക്ക് ഇടാം. സേമിയ ഒരുപാട് ചൂടിലിട്ട് ഇളക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒരു 2-3-4 മിനിറ്റ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നല്ല ചൂടാണ്, നല്ല വറക്കണം. ഇളക്കുന്നത് മിസ്സാവാൻ പാടില്ല, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അതെ. ഇന്ന് വെറൈറ്റി നമ്മളൊരു ഉപ്പുമാവ് ഉണ്ടാക്കുക. നമുക്ക് അപ്പൊ ഓണത്തിനെല്ലാം പായസം സാധാരണ നമ്മൾ വെക്കുന്നത് ഇല്ലയോ? ഡിന്നറിന് നമ്മൾ ഉപ്പുമാവാണ് എടുക്കുന്നത്. അതെ, ഇന്ന് ഓണത്തിനോട് അടുപ്പിച്ച് ഷാലുവിന്റെ ഇന്ന് സേമിയ കൊണ്ടുള്ള ഒരു ഉപ്പുമാവ്. ചേട്ടൻ നേരത്തെ ഇത് കഴിച്ചിട്ടില്ലല്ലോ, നമുക്കിത് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? എന്റെ വീട്ടിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് വല്ലപ്പോഴും ഒക്കെ. ഇതിന്റെ ഗുരു എന്റെ അമ്മയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തന്നത്. അമ്മയ്ക്കൊക്കെ കൊടുത്തതാണ് ഇതിനെ പറ്റിയൊക്കെ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അപ്പൊ നമുക്ക് അടിപൊളി ഒരു ഉപ്പുമാവൊക്കെ കഴിക്കാം ഇല്ലയോ? അതുകൊണ്ട് ചൂടായി വരുന്നുണ്ട്. നല്ലപോലെ ഇളവണം. എല്ലാ സൈഡും ഒരേപോലെ ഇളവണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതെ, ലോ ഫ്ലെയിമില് ഒരുപാട് ചൂട് വേണ്ട. ഒരുപാട് ചൂടായ കരി നല്ല മൂത്ത് കിട്ടണം. ഇതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ. എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നെയ്യൊക്കെ ചേർക്കില്ലേ? നെയ്യ്, ക്യാരറ്റ്, സവാള എല്ലാം ചേർക്കുന്നു. അണ്ടിപ്പരിപ്പ്, ഇഞ്ചി. അപ്പൊ അടിപൊളിയായിരിക്കും. നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ്. ചൂടായി വരുന്നുണ്ടല്ലേ? ഏകദേശമായി വരുന്നുണ്ടല്ലേ? നല്ലപോലെ മൂത്ത് വരുവാ. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞു. നമുക്കിതിനെ ഓഫ് ആക്കിയിട്ട് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിത് സെർവിങ് പാത്രത്തിലേക്ക് ഇടാം. അപ്പം നമ്മൾ പാത്രം വെച്ച് വീണ്ടും ചൂടാക്കി ഇനി അതിലേക്ക് പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഒരു സ്പൂൺ നെയ്യ് ഇടണം അല്ലയോ? ഒരു സ്പൂൺ നെയ്യ്, ഒരു സ്പൂൺ. പിന്നെന്താണ്? ഒരു സ്പൂൺ നെയ്യും ഒരു സ്പൂൺ എണ്ണയും വെച്ച് ഒരു സ്പൂൺ എണ്ണയും ഒഴിച്ച് ഇനി എന്താണ് ഇതിലേക്ക് ചേർക്കുന്നത്? ഇതിലേക്ക് കടുക് ഇടണം. ചൂടായി കഴിഞ്ഞാൽ കടുക് പൊട്ടിക്കാം അല്ലേ? കടുക്. അപ്പോൾ നല്ല ചൂടായ ശേഷം കടുക് നല്ലപോലെ ചൂടാവട്ടെ. അന്നേരം നമ്മുടെ നെയ്യ് മെൽറ്റായി എണ്ണയിൽ. എണ്ണ ഇപ്പം നെയ്യ് ചേർക്കാത്തവരാണെങ്കിൽ അതിൽ അത്രയും കൂടി, നെയ്യില്ലെങ്കിൽ അത്രയും കൂടി എണ്ണ 1-1.5 സ്പൂൺ എണ്ണയും കൂടെ നേരത്തെ ഒഴിച്ച എണ്ണ കൂടാതെ 1.5 സ്പൂൺ എണ്ണയും കൂടെ കൂടുതലായിട്ട് ഒഴിക്കണം, നെയ്യ് ഉപയോഗിക്കാത്തവർ. ഇനി കുറച്ച് കടുക് അതിലേക്ക് ഇടാം. കടുക് നല്ലപോലെ പൊട്ടട്ടെ. എണ്ണ ചൂടായി കടുക് പൊട്ടി. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് ഒരു സ്പൂൺ ഉഴുന്ന് പരിപ്പിടാം. ഉഴുന്ന് പരിപ്പിടുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇനി നമ്മൾ അതിനകത്ത് ചേർക്കേണ്ട ഉഴുന്ന് ചെറുതായിട്ടൊന്ന് മൂത്തിട്ട് അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാം. ഇനി അതിലേക്ക് 2 സ്പൂൺ അണ്ടിപ്പരിപ്പിടാം. ചെറിയ റോസ് നിറത്തി വരുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ശകലം ഒന്ന് പകുതിയോളം മൂക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കടലപ്പരിപ്പിടാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊട്ടുകടല ഇടാം. ഒരു 2-3 സ്പൂൺ. അത് നല്ലപോലെ ഒന്ന് മൂത്തെടുക്കണം അല്ലേ? റോസ് നിറമാകുമ്പോൾ ഒരു മീഡിയം ചുവപ്പ് നിറമാകുമ്പോഴത്തേക്ക് ഓഫാക്കണ്ട, മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം. ഇനി അതിലേക്ക് ഒരു വറ്റൽമുളക് മുറിച്ചത് ചേർക്കാം. ഇനി അതിലേക്ക് ചെറുതായി മുറിച്ച ഇഞ്ചി കഷ്ണങ്ങൾ ഇടണം. പിന്നെ അതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർക്കണം.
ഇനി അതിലേക്ക് സവാള കൊത്തി അരിഞ്ഞത് ചേർക്കാം. ഇതെല്ലാം മീഡിയം തീയിലിട്ട് വേണം വഴട്ടാൻ. ഇനി ഇതിൽ 2 തണ്ട് കരിവേപ്പില കൂടി ഇടണം. കരിവേപ്പില നല്ലപോലെ ഒന്ന് വഴട്ടെ. ഇനി ഇത് ഈ ഉള്ളിയും ഒന്ന് നല്ലപോലെ വഴലണം. ഒന്ന് ചുമക്കെ വഴലണം. നല്ലപോലെ 8 ആയാലും 10 ആയാലും കുഴപ്പമില്ല. അണ്ടിപ്പരിപ്പ് 10 കഷ്ണമായാലും 8-10 ആയാലോ 10 ആയാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് അണ്ടിപ്പരിപ്പ് കിടന്നാലും നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും ഉപ്പുമാവിന്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. നേരത്തെ പറഞ്ഞിട്ടില്ല. ഉപ്പ് ചേർക്കുമ്പോഴുണ്ടല്ലോ ഈ കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വഴലും. ഈ ഉള്ളിയും കാര്യങ്ങളും ഒക്കെ നല്ലപോലെ വഴലും. അതേപോലെ ഇനി അതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർക്കണം. ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ ഉള്ളി വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചേർക്കണം. ക്യാരറ്റ് ഇനി നല്ലപോലെ ഒന്ന് വഴലട്ടെ. പച്ചക്കുത്ത് മാറണം. നല്ലപോലെ വഴലണം. അപ്പം നമ്മൾ ഇതിൽ 1 കപ്പ് ക്യാരറ്റാണ് ചേർത്തത്. ഇതൊരു 2 മിനിറ്റോളം വഴലണം. നല്ലപോലെ വഴലണം. ഏകദേശം വേണ്ടി വരുന്നില്ലേ? വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമ്മുടെ സേമിയ 300 ഗ്രാം ഉണ്ടായിരുന്നു. നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ചേർക്കുകയാണ് ഈ കൂട്ടിലേക്ക്. ഇനി നമുക്ക് ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഇത് നല്ലപോലെ തിളയ്ക്കണം. തിളയ്ക്കുമ്പോഴാണ് നമ്മൾ അതിലേക്ക് സേമിയ ചേർക്കുന്നത്. നല്ല തിളച്ച് വരട്ടെ. അപ്പൊ നമുക്കൊന്ന് മൂടി വെക്കാം. ഉപ്പ് വേണമെങ്കിൽ ശകലം കൂടി നമുക്ക് ചേർക്കാം. അപ്പം ഇത് നല്ലപോലെ തിളച്ച് തുടങ്ങി. ഇതിലേക്ക് നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പം നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കിയില്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലപോലെ ഇളക്കണം. ഇളക്കിയില്ലെങ്കിൽ ആണ് അടിയിൽ പിടിക്കുന്നത്. അടിയിൽ പിടിക്കാൻ നല്ല സാധ്യതയാണ്. അപ്പം നമുക്കിത് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരം ഇരുന്ന് വേവട്ടത്. ഇനി ഒന്നും കൂടി ഇളക്കി നല്ലപോലെ അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് 2 മിനിറ്റ് കൂടി വേവിക്കാം. അടച്ച് വെച്ച് വേവിക്കാം. നല്ലപോലെ അപ്പോൾ വെന്ത് വറ്റിയിട്ടുണ്ട്. നമുക്ക് ശകലം നെയ്യ് കൂടി അതിൽ ചേർക്കാം. നെയ്യ് ചേർക്കുന്നത് ടേസ്റ്റിന് വേണ്ടിയിട്ട്. അടി പിടിക്കത്തുമില്ല, അടിയിലൊട്ടി ഇരിക്കത്തുമില്ല. ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നെയ്യ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം. നല്ല മണമൊക്കെ വരും. നല്ല മണം വരുന്നുണ്ടല്ലേ? നല്ല അടി കൂട്ടി ഇളക്കണം. എല്ലായിടും ഒരേപോലെ നെയ്യ് തരണം. നല്ല അടിക്ക് പിടിക്കും. ഇപ്പൊ എന്തായാലും നല്ല പരുവത്തിന് ആയിട്ടുണ്ടല്ലോ അല്ലേ? നല്ല ടേസ്റ്റ്, നല്ല മണവും അടിക്കുന്നുണ്ട് നെയ്യുടെയും കരിവേപ്പിലയുടെയും എല്ലാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. എന്തായാലും കുറെ നാളുകൊണ്ട് ആഗ്രഹിച്ച ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി തിന്നാൻ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ? നല്ല സൂപ്പറാ. ഓണത്തിന് നമ്മൾ പായസം വെക്കാൻ വെച്ച സേമിയ അതിനെ എടുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി. എന്നാലും സൂപ്പറായിട്ടുണ്ട്. അത് നമുക്ക് രുചിച്ച് നോക്കുമ്പോൾ അറിയാം അതിന്റെ ശരിക്കുള്ള ടേസ്റ്റ് അല്ലേ? ഇനി കഴിഞ്ഞല്ലോ അല്ലയോ? ശരിയായിട്ടുണ്ട്. റെഡിയായി. ഇനി അത് ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് പോരാം. ഇത് നമുക്ക് ഈ സേമിയ നമുക്ക് പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര അല്ലാതെ കഴിക്കുന്നവർക്ക് അല്ലാതെ കഴിക്കാം. പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. അല്ലാതെ കഴിക്കുന്നവർക്ക് അല്ലാതെ കഴിക്കാം. പഞ്ചസാര ചേർത്ത് വേണേലും കഴിച്ചാൽ നല്ല ടേസ്റ്റ്. ഇനി നമുക്ക് ഇത് ഒന്ന് രുചിച്ച് നോക്കാം അല്ലേ? അപ്പൊ ശാലിനി ഇച്ചിരി എടുത്ത് ഒന്ന് ഇത് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ ഉണ്ട്. പഞ്ചസാര ചേർത്ത് വെച്ചാൽ വേണ്ടുന്നവർക്ക് നല്ല പഞ്ചസാര ചേർത്ത് കഴിക്കുന്നവരാണെങ്കിൽ പഞ്ചസാര ടേസ്റ്റ് ആയിരിക്കും. ഇതിപ്പോ അല്ലാതെ വേണ്ട കഴിക്കാം. കറിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം.